ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി നോക്കിയാലോ. ഇതാണ് ഗോബി മഞ്ചൂരിയൻ വിത്ത് സ്പാഗറ്റി. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. മാത്രമല്ല ഇതിന് മുൻപ് ഞാൻ ഗോബി വെച്ചിട്ട് ഒരു 65 കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് വലിയൊരു കോളിഫ്ലവർ ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണിത്. അപ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു കോളിഫ്ലവർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് ഇതുപോലെ എടുത്തതാണിത്. നമ്മളിത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ബൗളിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം മൈദ ഇടാം. അപ്പോൾ എത്രത്തോളം നമ്മൾ മൈദ ഇടുന്നോ അത്ര തന്നെ നമ്മൾ കോൺഫ്ലവറും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 സ്പൂൺ മൈദയ്ക്ക് 2 സ്പൂൺ കോൺഫ്ലവർ എന്ന കണക്കിനാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു കോഴിമുട്ട ഉപയോഗിക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു കളറിനും എരിവിനും വേണ്ടി കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനൊരു ചെറിയൊരു ബാറ്ററാക്കി മാറ്റണം. ഒരുപാട് ലൂസ് ബാറ്റർ അല്ല, ഇതേപോലെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണം. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അതുപോലെ ഒരുപാട് കട്ടി നമുക്ക് വേണ്ട. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കലക്കി മാറ്റി വയ്ക്കാം. നമ്മൾ കോളിഫ്ലവർ ബാറ്ററിൽ മുക്കി വറുക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഫ്ലേവർ ഇല്ലാത്ത ഓയിലാണ് ഇതുപോലത്തെ റെസിപ്പികൾ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഓയിൽ ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കോളിഫ്ലവർ ബാറ്ററിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ കോളിഫ്ലവർ ബാറ്ററിലേക്ക് മുക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എണ്ണ ചൂടായിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു എണ്ണ നന്നായിട്ട് അത് കുടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എണ്ണ ചൂടായതിന് ശേഷം മാത്രം നമ്മൾ കോളിഫ്ലവർ ഇട്ടിട്ട് വറുത്തെടുക്കുന്നത്. ബാറ്റർ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ മുട്ട ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ തീർത്തും അത് ഒഴിവാക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു കോളിഫ്ലവർ ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡും തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് വിട്ട് കിട്ടുന്ന പോലെയല്ല ഇരിക്കുന്നത്, പക്ഷെ നന്നായി വറുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. കോളിഫ്ലവർ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വലിയൊരു കോളിഫ്ലവറിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ, നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കോളിഫ്ലവറിൻ്റെ വലിപ്പം അനുസരിച്ച് ബാറ്ററിൻ്റെ അളവിന് ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താം. നമ്മൾ ആ എണ്ണ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വറുത്തിട്ടുള്ള ബാക്കിയുള്ള എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. അപ്പോൾ എണ്ണ ചൂടായതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 12 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് താഴെ കുറച്ച് ക്വാണ്ടിറ്റി കുറവായിരിക്കും ഇഞ്ചി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം. പച്ചമുളക് ഒരു 10 പച്ചമുളക് നമുക്ക് കീറിയിടാം. അപ്പോൾ നല്ല എരിവുള്ളതൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 8 എണ്ണമൊക്കെ മതി കേട്ടോ. അപ്പോൾ സവോള ഞാനൊരു വലിയ സവോള എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ബ്രൗൺ ആക്കി കളയരുത്. ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വലിയ 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ഗോബി മഞ്ചൂരിയൻ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിന് സോയ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോയ സോസിൻ്റെ അളവ് ഒരുപാടൊന്നും ചേർക്കരുത്, കാരണം ഞാൻ ഡാർക്ക് സോയ സോസാണ് ഉപയോഗിക്കുന്നത്. ഒരു വലിയ ടേബിൾ സ്പൂൺ ഡാർക്ക് സോയയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സോസിൻ്റെയൊക്കെ വെള്ളം വറ്റി ഒന്ന് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കി ചേർത്താൽ മതി, കാരണം നമ്മൾ കോളിഫ്ലവർ പൊരിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അത് ഒരു റെഡിഷ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ചേർക്കേണ്ട, ഒരു ചെറിയ ടീസ്പൂണോളം ചേർത്താൽ മതി. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു മുളക് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് നേരം വേണ്ട. അപ്പോൾ ഇത് സോസൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ്. സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ഇതുപോലെ ചെയ്തെടുക്കുക. കാരണം നമ്മൾ മുൻപ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കോളിഫ്ലവറൊക്കെ തണുത്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നീട് നമ്മൾ ചൂടാക്കുമ്പോൾ അത്രയും ഫ്ലേവർ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാനെപ്പോഴും ചെയ്യുന്നത് കോളിഫ്ലവറൊക്കെ വറുത്ത് മാറ്റി വയ്ക്കും. അതുപോലെ സോസിനുള്ള മിക്സൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപാണ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാറ്. നിങ്ങളും അങ്ങനെ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഈ ഒരു കോളിഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് നല്ലതാണ്. ഞാൻ അവസാനമായിട്ട് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ക്യാപ്സിക്കം നല്ല ക്രിസ്പി ആയിട്ട് കടിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ടാണ് അവസാനം ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആക്കി എടുക്കണം എന്നുള്ളവരാണെങ്കിൽ ആ സോസ് മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാമായിരുന്നു. ഇനി നമുക്ക് സ്പാഗറ്റിക്കുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുട്ട എടുക്കുന്നുണ്ട്. ഒരു 5 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ നേരത്തെ ഓയിൽ തന്നെ ഉണ്ടെങ്കിൽ അത് മതി. അതിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഈ മുട്ട മാറ്റി വയ്ക്കും.
നമ്മൾ ഈ എഗ്ഗിലേക്ക് കുറച്ച് ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കുരുമുളക് ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ സ്പെഗറ്റി തയ്യാറാക്കുന്ന വിധം ഞാൻ ഇതിന് മുൻപ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ മുട്ട നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തിട്ടാണ് ഞാൻ പൊരിച്ച് മാറ്റി വെക്കുന്നത് കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരുപാട് ചെറുതാക്കി ഇങ്ങനെ കുത്തി പൊരിച്ചെടുക്കേണ്ട, കുറച്ച് വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ വറുത്തെടുത്തിട്ടുള്ളത്. സ്പെഗറ്റി തയ്യാറാക്കാനുള്ള വെള്ളമാണ് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം ഉപ്പൊക്കെ ഇട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഈ ഒരു രീതിയിലുള്ള സ്പെഗറ്റിയാണ്. അപ്പോൾ നമുക്ക് ഹക്ക നൂഡിൽസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് മാക്രോണി എന്ന് പറയും, അല്ലെങ്കിൽ പാസ്ത എന്ന് പറയും. അതൊക്കെ പല പല ഷേപ്പിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് നീളത്തിലുള്ള സ്പെഗറ്റിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹക്ക നൂഡിൽസ് എടുക്കാം. അതുപോലെ സ്പെഗറ്റിയുടെ പല പല ഷേപ്പിൽ അവൈലബിൾ ആണ്, അതായത് പാസ്ത പല പല ഷേപ്പിൽ അവൈലബിൾ ആണ്. നമുക്കതാണെങ്കിലും ഈ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. നമ്മൾ സ്പെഗറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചില ആളുകൾക്ക് മുഴുവനായിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വേവിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഒന്ന് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊന്ന് വാർത്തെടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്താൽ മതി. നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ കുക്കായാൽ മാത്രമാണ് നമ്മളിത് വാർത്തെടുക്കാനായിട്ട് പാടുള്ളൂ. സ്പെഗറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി എണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഒരുപാട് തണുക്കുന്നതിന് മുൻപ് തന്നെ നമുക്കിത് നമ്മുടെ ഗോബി മഞ്ചൂരിയനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗോബി മഞ്ചൂരിയനിൽ കുറച്ചെടുത്തിട്ടുണ്ട്, ഒരുപാട് ഞാൻ എടുത്തിട്ടില്ല. കുറച്ച് മാറ്റി വെച്ചിട്ട് അതിലേക്കാണ് ഞാൻ സ്പെഗറ്റി ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വലിയ പാത്രമാണെങ്കിൽ അത്രയും നമുക്ക് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഒട്ടും ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്ത് കിട്ടാനായിട്ട്. അതുകൊണ്ടാണ് കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് സ്പ്രിംഗ് ഓണിയനും സെല്ലറും ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് സോസ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്പെഗറ്റി ഇട്ടതിന് ശേഷം കുറച്ച് സോസിൻ്റെ കുറവ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഒരു ചെറിയ ടീസ്പൂണോളം സോയ സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. കുറച്ച് കുരുമുളക് ആഡ് ചെയ്യണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം എരിവിനായിട്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി സോയ സോസും ടൊമാറ്റോ സോസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്കായിട്ട് വരുത്താം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലെയിം ഓണാണ് കേട്ടോ. ചൂടോടുകൂടി തന്നെ നമുക്കിത് ചെയ്തെടുക്കണം. തണുത്ത് കഴിഞ്ഞാൽ അത്രയും ഫ്ലേവർ ഉണ്ടാവില്ല. എപ്പോഴും ഇതുപോലത്തെ റെസിപ്പികൾ ചൂടോടെ തന്നെ സെർവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗോബി മഞ്ചൂരിയൻ വിത്ത് സ്പെഗറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുട്ടയ്ക്ക് പകരം മഷ്റൂം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എഗ്ഗ് കഴിക്കാത്തവരാണെങ്കിൽ മഷ്റൂം ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. പനീർ വേണമെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പി ആദ്യം തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ സ്പെഗറ്റിയും കൂടി ചേർത്തിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് എന്നെ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ പുതിയ റെസിപ്പികളുമായിട്ട് നമുക്ക് കാണാം.